നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മുസ്ലിം രാജ്യങ്ങൾ. ഈ മുസ്ലിം രാജ്യം എന്ന് വെച്ചാൽ എന്താണ്? അതിന് സമാനമായി പറയുന്ന ചില വാക്കുകളുണ്ട്. അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നൊക്കെ ചേർത്ത് പറയും. ഇതൊക്കെ ഒന്നാണോ? മുസ്ലിം രാജ്യം, ഇസ്ലാമിക രാജ്യം, അറബ് രാജ്യം, ഇതിനൊക്കെ ചേർത്ത് മുസ്ലിം ലോകം, ഇസ്ലാമിക ലോകം, അറബ് ലോകം എന്നൊക്കെ പറയും. ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ടോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള, ജനസംഖ്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്തിനാണോ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത്? അതല്ല, അങ്ങനെയാണെങ്കിൽ ആ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഭരണമുണ്ടോ? ഇസ്ലാമിക നിയമപ്രകാരം ഭരണം നടക്കുന്ന രാജ്യങ്ങൾക്കാണോ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണോ? ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാണോ? രണ്ട്, അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അറബ് രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മുസ്ലിം രാജ്യങ്ങളൊക്കെ അറബ് രാജ്യങ്ങളാണോ? അപ്പോൾ ഇത് മൂന്നും പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. കൊച്ചു കാര്യമാണ്, എങ്കിലും അതൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന രേഖ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്നൊരു സംഘടനയുണ്ട്. ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷനാണത്. അവർ പറയുന്നത് അവരുടെ അംഗസംഖ്യ 57ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങളിൽ, ആഗോള മുസ്ലിം പ്രശ്നങ്ങളിൽ പരസ്പരം സഹകരിക്കുന്ന മുഴുവൻ രാജ്യങ്ങളെയും ചേർത്തുള്ള ഒരു ലിസ്റ്റാണ് അവരുടേത്. ആ ലിസ്റ്റിൽ 57 രാജ്യങ്ങളുണ്ട്. പക്ഷെ അതിലെല്ലാം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളല്ല ചിലതൊന്നും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മുസ്ലിം രാജ്യങ്ങൾ എന്താണ്? ഇപ്പം നമുക്ക് ഏറ്റവും ലളിതമായിട്ട് എന്താണ് മുസ്ലിം രാജ്യം എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിയിലേറെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് മുസ്ലിം രാജ്യം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരം മുസ്ലിം രാജ്യങ്ങൾ എത്രയുണ്ട്? ഇനി ചില മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ഭരണമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണഘടന ഖുർആനും സുന്നത്തും ഇസ്ലാമിക നിയമങ്ങളുമാണ്. ഇതിൽ എത്ര രാജ്യങ്ങളിൽ അത്തരം രാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം രാജ്യങ്ങളിൽ എത്ര എണ്ണം ഇസ്ലാമിക രാജ്യങ്ങളാണ്? മൂന്നാമത്തെ ഒരു പ്രത്യേകത, മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലാത്ത മറ്റു രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? തുടങ്ങിയ ചോദ്യങ്ങളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, മഹാഭൂരിപക്ഷം രാജ്യങ്ങളും, നമ്മൾ ഈ മുസ്ലിം രാജ്യം എന്ന് വിളിച്ച് പലപ്പോഴും ഈ പട്ടികപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മതേതര രാജ്യങ്ങളാണ്, സെക്യുലർ കൺട്രീസാണ്. അവരുടെ ഭരണം സമ്പൂർണ്ണമായി മതേതരമാണ്. ഇസ്ലാമിന് മാത്രമായിട്ട് പ്രാധാന്യമുള്ള രാജ്യങ്ങളുണ്ട്. ഇസ്ലാമിനെ പോലെ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് മുസ്ലിം രാജ്യം സമം ഇസ്ലാമിക് രാജ്യം എന്നർത്ഥമില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. എന്നാൽ അവർ പക്ഷേ ഇസ്ലാമിനെ സമ്പൂർണ്ണമായി മുസ്ലിം ഭൂരിപക്ഷം വേണമെന്ന് അവർക്ക് നിർബന്ധമില്ലാത്തവർക്കും അംഗത്വം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചില സംസ്കാരങ്ങളുടെയും ഈ ചില മെമ്പർഷിപ്പിൻ്റെ അപേക്ഷയുടെയൊക്കെ അടിസ്ഥാനത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇന്ന് പറയാൻ നമുക്ക് 49 രാജ്യങ്ങളാണ് ലഭ്യമായ കണക്കനുസരിച്ചുള്ളത്. 49 രാജ്യങ്ങളുണ്ട്. പിന്നെ വളരെ വളരെ നിസ്സാരമായ 1-2 കൊച്ചു രാജ്യങ്ങളെ ഞാൻ പരിഗണിച്ചിട്ടില്ല. 50-51 എന്നൊക്കെ പൊതുവെ പറയുമെങ്കിലും പ്രബലമായി ലോക ഭൂപടത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ നല്ല മേൽവിലാസവും സുസ്ഥിരമായ ഭരണക്രമവും ഒക്കെയുള്ള 49 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഈ 49 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. എന്താണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം ശരീഅത്ത് ഭരണം നടക്കുന്ന രാജ്യങ്ങൾ 49-ൽ 5 ഉള്ളൂ എന്ന് പറഞ്ഞാൽ 49 മുസ്ലിം രാജ്യങ്ങളിൽ 5 മാത്രമാണ് ഇസ്ലാമിക രാജ്യമുള്ളത്. അതിലൊന്ന് നമുക്കറിയാം, സൗദി അറേബ്യയാണ്. അവിടെ രാജഭരണമാണെങ്കിൽ പോലും അവിടുത്തെ ഭരണക്രമം ഇസ്ലാമിക നിയമം അനുസരിച്ചാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. ഇറാൻ ആ കൂട്ടത്തിലാണ്. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. സൗദി അറേബ്യ സുന്നി രാജ്യമാണെങ്കിൽ ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. അവർ തമ്മിൽ വിശ്വാസപരമായ വൈജാത്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഒന്ന് ഷിയ രാജ്യത്തിൻ്റെ നിയമപ്രകാരമാണ് നടക്കുന്നത്. അവിടുത്തെ നിയമക്രമം അല്ലെങ്കിൽ ഭരണഘടന ഈ ഒരു ഷിയ ഇസ്ലാമിൻ്റേതാണ്. അതുകൊണ്ട് ഇറാനും ആ കൂട്ടത്തിൽ പെടും. മൂന്നാമത്തേത് യമനാണ്. 4 അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാവുന്നതുപോലെ സമീപകാലത്ത് അവിടെ
താലിബാനാണ് അധികാരമേറ്റിരിക്കുന്നത്. തീവ്രവാദ ഇസ്ലാമാണ്, ഭീകരവാദ ഇസ്ലാമാണെന്നൊക്കെ പറയാമെങ്കിലും അവിടെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് കണക്കുകൂട്ടാം. വേറൊരു രാജ്യം അത്രയേറെ നമ്മൾ പരാമർശിക്കാറില്ലാത്തൊരു രാജ്യമാണ് മൗറിറ്റാനിയ എന്ന രാജ്യം. ഈ 5 രാജ്യങ്ങൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രം എന്ന് വിളിക്കാൻ ഭൂമിയിലുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി അടുത്ത ഗണം ഏതാണ്? വേറെ ചില രാജ്യങ്ങളുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ മറ്റൊരു ഗണമുണ്ട്. അതെന്താണ്? അവരുടെ ഭരണഘടന സ്വന്തം ഭരണഘടനയായിരിക്കും. ചിലപ്പോൾ ജനാധിപത്യമായാലും അതിനകത്ത് ഭരണഘടന സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് മതത്തിൻ്റെ ഭരണഘടന അല്ല. പക്ഷേ സ്വതന്ത്രമായ ഭരണഘടന ഉള്ളപ്പോൾ, മതത്തിൻ്റേതല്ലാത്ത ഭരണഘടന ഉള്ളപ്പോൾ തന്നെ അവരുടെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക അല്ലെങ്കിൽ ദേശീയ മതമായി ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടുണ്ട്. ദേശീയ മതമായി ഇസ്ലാമിനെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രങ്ങൾ എത്രയുണ്ട്? 16 എണ്ണമുണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അതിലൊന്നാണ് പാകിസ്ഥാൻ. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ പിറന്ന കാലത്ത്, ഇന്ത്യയോടൊപ്പം പിറന്ന കാലത്ത് അത് മതേതര രാജ്യമായിരുന്നു. പിന്നീട് സിയാവുൽ ഹക്കിൻ്റെ പട്ടാള അട്ടിമറി നടന്നിട്ട് 1980-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, അവർ ഇസ്ലാം പാകിസ്ഥാൻ്റെ ഔദ്യോഗിക മതമായി, ദേശീയ മതമായി പ്രഖ്യാപിച്ചു അവർ. അപ്പോൾ പാകിസ്ഥാൻ ആ ഗണത്തിൽപ്പെട്ടതാണ്. 2 ബംഗ്ലാദേശും തീർച്ചയായിട്ടും ആ ഗണത്തിലാണ്. ഈജിപ്റ്റ്, ഇറാഖ്, ജോർഡാൻ, കുവൈറ്റ്, ലിബിയ, മലേഷ്യ, മാലിദ്വീപ്, മൊറോക്കോ, ഖത്തർ, സോമാലിയ, UAE, ബ്രൂണൈ, ബഹ്റൈൻ, ഒമാൻ എന്നീ 16 രാജ്യങ്ങൾ ഈ ഗണത്തിൽപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമല്ല അവിടെ നടക്കുന്നത്. സ്വതന്ത്രമായ രാജാധിപത്യമോ ജനാധിപത്യമോ ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ അവിടുത്തെ ഔദ്യോഗിക മതമായി അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള മതമായിട്ട് ഇസ്ലാമിനെ അംഗീകരിച്ച 16 രാജ്യങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ ഗണം. മൂന്നാമത്തെ ഒരു ഗണം ഇതിനേക്കാളും പ്രധാനമാണ്, വളരെ വളരെ അപ്രധാനമെന്ന് പറയാവുന്നതാണ്. പക്ഷേ ഒരു മൂന്നാമത്തെ ഗണമുണ്ട്. ആ ഗണം എന്താണ്? അവർ മുസ്ലിം രാജ്യങ്ങളാണ്. ജനസംഖ്യയിൽ ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷേ അവർ മുസ്ലിം രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ ഇസ്ലാമിക നിയമപ്രകാരം ഭരിക്കുന്നില്ല. ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ അനൗദ്യോഗികമായി ഇസ്ലാമിക രാജ്യമാണ് അല്ലെങ്കിൽ മുസ്ലിം രാജ്യമാണ് എന്ന മേൽവിലാസത്തിലാണ് ഈ OICയുടെ കണക്കിൽ അവർ പെട്ടിരിക്കുന്നത്. അത് ശരിയുമാണ്. അതിലൊന്ന് ഇന്തോനേഷ്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം നമ്മൾ പറയുന്ന ഇന്തോനേഷ്യയാണ്. 2 സുഡാൻ, ഇപ്പോഴത്തെ സുഡാൻ, നോർത്ത് സുഡാനാണ് ഇപ്പോഴത്തെ സുഡാൻ, പഴയ സുഡാൻ അല്ല. സൗത്ത് സുഡാൻ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിട്ട് വിഭജിക്കപ്പെട്ടു അടുത്ത കാലത്ത് നമുക്കറിയാം. മൂന്നാമത്തേത് നൈജർ എന്ന ആഫ്രിക്കൻ രാജ്യമാണ്. 4 ദിബോട്ടിയാണ്. 5 സീറാലിയോണാണ്. ഇതൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഈ 5 രാജ്യങ്ങളെ മുസ്ലിം രാജ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രവുമല്ല, ഔദ്യോഗികമായി ഇസ്ലാം എന്ന മതത്തെ ഒരു ദേശീയ മതമായി അംഗീകരിച്ചവരുമല്ല. അതാണ് ഈ 5 രാജ്യങ്ങളുടെ പ്രത്യേകത. ഇനിയാണ് ഈ ഗണത്തിലെ ഇസ്ലാമിക രാഷ്ട്രഗണത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണെന്നറിയോ? അത് അത്ഭുതകരമായ ഒരു തിരിച്ചറിവാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന 49 രാജ്യങ്ങളിൽ 23 എണ്ണം യഥാർത്ഥ മതേതര രാഷ്ട്രങ്ങളാണ്. എന്ന് വെച്ചാൽ മതേതര മുസ്ലിം രാഷ്ട്രങ്ങൾ. ജനസംഖ്യയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരിക്കുമ്പോഴും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന, എല്ലാ വിശ്വാസത്തിനും പരസ്പര ബഹുമാനം കൊടുക്കുന്ന, രാഷ്ട്രം എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന തരത്തിലുള്ള രാജ്യങ്ങളാണ് 23 എണ്ണം. അവയെ മതേതര മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ആ ലിസ്റ്റ് ഞാൻ വായിക്കാം. 23 രാജ്യങ്ങളുണ്ട്. അൽബേനിയ, അസർബൈജാൻ, ബോസ്നിയ ഹെർസഗോവിന ഒറ്റ രാജ്യമാണ്. ബർക്കിന ഫാസോ, ചാഡ്, ഗാംബിയ, ഗിനിയ, കസാക്കിസ്ഥാൻ, കൊസോവോ, കിർഗിസ്ഥാൻ, മാലിദ്വീപ്, വടക്കൻ സൈപ്രസ്, നോർത്ത് സൈപ്രസ്, നൈജീരിയ, സെനഗൽ, ഫലസ്തീൻ, സിറിയ, ലെബനോൺ, താജിക്കിസ്ഥാൻ, തുർക്കുമെനിസ്ഥാൻ, തുർക്കി, ടുണീഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഒമാൻ. ഈ രാജ്യങ്ങളൊക്കെ മതേതര മുസ്ലിം രാജ്യങ്ങളാണ്. ഓർക്കേണ്ടത്, ഇതിൽ 2-3 രാജ്യങ്ങളെക്കുറിച്ചൊരു പരാമർശം ആവശ്യമുണ്ട്. അത് ഒന്ന് മാലിദ്വീപാണ്. ലോകത്തിൽ 100% മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന രാജ്യമാണ് മാലിദ്വീപ്. വേറൊന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഫലസ്തീൻ ഒരു രാജ്യമാണോ? തീർച്ചയായിട്ടും ലോകം അംഗീകരിച്ച ഒരു രാജ്യമല്ല, രാഷ്ട്രമല്ല. അതൊരു അതോറിറ്റി മാത്രമാണ്. എങ്കിലും അതിനെ ഒരു മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഗണത്തിൽ OIC പെടുത്തിയിട്ടുണ്ട്. ആ കണക്കിൽ ഞാനും പെടുത്തിയിരിക്കുന്നു. വേറൊരു പ്രത്യേകത, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതങ്ങളെ ഔദ്യോഗിക മതങ്ങളായി അംഗീകരിച്ച ഒരു രാജ്യവും ഒരു മുസ്ലിം രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പേര് ലെബനോൺ എന്നാണ്. സാക്ഷാൽ നമ്മുടെ ഖലീൽ ജിബ്രാന്റെ നാട്. 18 മതങ്ങളാണ് അവിടുത്തെ ഔദ്യോഗിക മതം. അതും പ്രത്യേകതയാണ്. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ എന്ന് വിളിച്ചാൽ ഉടനെ അതിനെ ഇസ്ലാമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് എന്ന് ധരിക്കാൻ പാടില്ല എന്നും, മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു സമുച്ചയത്തിനകത്ത്
ലോകത്തിലെ എല്ലാതരം ഭരണവൈവിധ്യങ്ങളും നടക്കുന്നത് പോലെ തന്നെ എല്ലാവിധം മതവൈവിധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ്, ഒരു ബ്ലോക്ക് ഓഫ് കൺട്രീസിനെയാണ് നമ്മൾ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കേണ്ടത്. 49 രാഷ്ട്രങ്ങൾ ഇപ്പോൾ എണ്ണപ്പെട്ട രാജ്യങ്ങൾ ആ ഗണത്തിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.